നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ബിജെപിയുടെ പരിപാടിയിൽ. കെപിസിസി പ്രസിഡന്റിന്റെ ഇളയ സഹോദരനായ വിജെ ഷാജിയാണ് ബിജെപി കഴിഞ്ഞ ദിവസം നടത്തിയ ധർമ്മടത്തെ അദാലത്തിൽ പങ്കെടുത്തത്. പതിമൂന്ന് വർഷത്തിനു ശേഷം കുടുംബത്തെ കണ്ടെത്തിയ ആഫ്റ്റർ കെയർ ഹോമിലെ ജാർഖണ്ഡുകാരൻ. എരഞ്ഞോളിപ്പാലത്തെ ചിൽഡ്രൻസ് ഹോമിലെ രാജയ്ക്കാണ് 13 വർഷങ്ങൾക്കിപ്പുറം കുടുംബത്തെ ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സ്പെഷ്യൽ ഡ്രൈവുമായി എക്സൈസ്. പാറാട് കല്ലിക്കണ്ടി ഭാഗങ്ങളിലേക്ക് വിൽപ്പനക്കായി എത്തിക്കുന്നതിനിടെ 13 ലിറ്റർ മാഹി മദ്യവുമായി യുവാവ് ചൊക്ലിയിൽ പിടിയിൽ. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്ര നവീകരണ സംരക്ഷണ പ്രവൃത്തിക്ക് തുടക്കം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത ബിജെപിയുടെ അദാലത്തിലാണ് ഷാജി വിജയ് എത്തിയത്. ഉളിക്കലിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. കെപിസിസി പ്രസിഡന്റിന്റെ ഇളയ സഹോദരനാണ്. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത ബിജെപിയുടെ അദാലത്തിലാണ് വിജെ ഷാജി എത്തിയത്. ഉളിക്കലിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. കെപിസിസി പ്രസിഡന്റിന്റെ ഇളയ സഹോദരനാണ്. ഗ്യാസ് ഏജൻസിയുടെ അനുമതി റദ്ദ് ചെയ്തത് പുനഃസ്ഥാപിച്ചു കിട്ടാനാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്ത പരിപാടിയിൽ എത്തിയതെന്നാണ് ഷാജിയുടെ പ്രതികരണം. വേണമെങ്കിൽ ബിജെപിയിൽ ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിപാടിയിൽ വരിക എന്നുള്ളത് 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. റജിമോൻ എൻ്റെ അയൽവാസി, നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമാണ്. അപ്പം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കേസ് രാഷ്ട്രീയത്തിലൂടെ 75 വന്നതാണ്. 2007 കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് 2011 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബിജെപി നടത്തുന്നതിനെ കുറിച്ച് ചില ആലോചനകൾ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാനിവിടെ അദാലത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇല്ല, സണ്ണി ജോസഫിന്റെ അനുജനം എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരന്റെ മകളും കെ ആന്റണിയുടെ മകനും ഒക്കെ ബിജെപി ചേർന്നു. അങ്ങനെ രാഷ്ട്രീയം മാറുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ ഉള്ള PK ശശി നാളെ കോൺഗ്രസിലേക്ക് വരികയായിരിക്കും. പിന്നെ നൈഷ പൂറ്റി വന്നു, TV തോമസ് CPM-ലേക്ക് പോയി. അത് മകളെ അനുജനം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വിഷയമല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. സണ്ണി ജോസഫിന്റെ സഹോദരൻ എന്നത് പ്രശ്നമല്ല. കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും ബിജെപിയിൽ ചേർന്നു. കേന്ദ്രത്തിൽ UPAയും കേരളത്തിൽ ഉമ്മൻചാണ്ടിയും ഭരിക്കുമ്പോൾ സണ്ണി ജോസഫ് MLA ആയിരിക്കുമ്പോഴാണ് തന്റെ ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കിയത്. താൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് പരിഹരിക്കാൻ തയ്യാറായില്ല. വഴിവിട്ട സഹായമൊന്നുമല്ല താൻ ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ സണ്ണി ജോസഫ് ഇടപെടാറില്ല. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറില്ലാത്തത് കൊണ്ട് താൻ ചോദിക്കാറുമില്ല. ആ വഴി നോക്കിയിട്ടില്ല. അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. UPA ഗവൺമെന്റ് കേന്ദ്രത്തിലും മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കേന്ദ്രത്തിലും കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഏജൻസി റദ്ദ് ചെയ്തത്. ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴിവിട്ട ഒന്നുമല്ല. ന്യായമായ എൻ്റെ ആവശ്യം അധികാരികളുടെ മുമ്പിൽ വേണ്ട തരത്തിൽ ഉന്നയിച്ച് അത് തിരിച്ചു നേടിത്തരാൻ പുള്ളിക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ പുള്ളി ഇടപെടാറില്ല. ഞാൻ മുൻപ് ചോദിക്കാറുമില്ല. ഈ പരിപാടി നടക്കുന്നത് 2 മാസം മുൻപാണ് അറിഞ്ഞത്. 2007 മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും 2011 കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വവും താൻ രാജിവെച്ചിരുന്നു. ഇപ്പോൾ ബിജെപിയിൽ ചേരുന്നതിനെ കുറിച്ച് ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഒന്നും തീരുമാനമായിട്ടില്ല. അദാലത്തിൽ അപേക്ഷ കൊടുക്കാനാണ് താൻ വന്നത്. രാഷ്ട്രീയം മാറുന്നതിന് പ്രശ്നമില്ല. KV തോമസ് CPM-ൽ പോയി. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നു. PK ശശി നാളെ കോൺഗ്രസിലേക്ക് വരുമെന്നറിയുന്നു. അതുകൊണ്ട് ആരുടെ അനുജൻ, മകൻ, മകൾ എന്നതൊന്നും രാഷ്ട്രീയത്തിൽ വിഷയമല്ല. എല്ലാവരും വ്യക്തികളാണ്. സണ്ണി ജോസഫിന്റെ സഹോദരൻ എന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും വിജെ ഷാജി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സ്പെഷ്യൽ ഡ്രൈവുമായി തലശ്ശേരി എക്സൈസ്. പാറാട് കല്ലിക്കണ്ടി വിഭാഗങ്ങളിലേക്ക് വിൽപ്പനക്കായി എത്തിക്കുന്നതിനിടെ 13 ലിറ്റർ മാഹി മദ്യവുമായി യുവാവ് ചൊക്ലിയിൽ എക്സൈസിന്റെ പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശി ശംഭുനാഥ് സാഹുവാണ് അറസ്റ്റിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലശ്ശേരി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ചൊക്ലിയിൽ 13 ലിറ്റർ മാഹി മദ്യം പിടികൂടി. മേനപ്പുറം മാരാങ്കണ്ടിയിൽ നടത്തിയ പട്രോളിങ്ങിനിടെയാണ് പശ്ചിമബംഗാൾ സ്വദേശി ശംഭുനാഥ് സാഹുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പാറാട് കല്ലിക്കണ്ടി ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുകയായിരുന്നു മദ്യം. തലശ്ശേരി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ
ടി സന്തോഷ്, പ്രിവൻറ്റീവ് ഓഫീസർ MK സുമേഷ്, സിഇഒമാരായ TK പ്രതീഷ്, വി ഷിനോയ്, പി സുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂത്തുപറമ്പ് ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ നടത്തുന്ന കോളേജായ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് തലശ്ശേരി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹപാഠിക്ക് സ്നേഹവീടൊരുക്കി. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് 4ാം വർഷ BSc MLT വിദ്യാർത്ഥിനിയായ ES സനുപ്രിയക്കാണ് കൂത്തുപറമ്പ് കണ്ടംകുന്നിൽ വീട് നിർമ്മിച്ചു നൽകിയത്. ആരോഗ്യ സർവകലാശാലയിലെ ആദ്യത്തെ NSS സ്നേഹവീടൊരുക്കി വളണ്ടിയർമാർ. കൂത്തുപറമ്പ് ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ നടത്തുന്ന കോളേജായ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് തലശ്ശേരി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സഹപാഠിക്ക് സ്നേഹവീടൊരുക്കിയത്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് 4ാം വർഷ BSc MLT വിദ്യാർത്ഥിനിയായ ES സനുപ്രിയക്കാണ് കൂത്തുപറമ്പ് കണ്ടംകുന്നിൽ വീട് നിർമ്മിച്ചു നൽകിയത്. വീടും സ്ഥലവും ഇല്ലാതെ 20 വർഷത്തിനു മുകളിൽ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു സനുപ്രിയയും കുടുംബവും. അച്ഛനും അമ്മയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. കൂത്തുപറമ്പ് കണ്ടംകുന്ന് സ്വദേശിനിയായ കാസിം PK ആണ് 4 സെന്റ് സ്ഥലം സൗജന്യമായി വീട് നിർമ്മിക്കാൻ നൽകിയത്. ഇതേ തുടർന്ന് 2025 ഫെബ്രുവരിയോടെ പ്രവർത്തനം ആരംഭിച്ചു. 1 വർഷം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയായി. 850 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളായിട്ടാണ് വീട് നിർമ്മിച്ചത്. സിറ്റ് ഔട്ട്, ഹാൾ, ബാത്റൂം അറ്റാച്ച്ഡ് 2 റൂമുകൾ, അടുക്കള, വർക്ക് ഏരിയ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളവും വൈദ്യുതിയും എത്തിച്ചിട്ടുണ്ട്. 1,55,555 രൂപയാണ് നിർമ്മാണ ചെലവ്. സഹപാഠിക്ക് ഒരു സ്നേഹവീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ MLAയുമായ KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രാവിലെ തന്നെ നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ സാനുപ്രിയക്കും കുടുംബത്തിനും ഒരു നല്ല വീട് NSSന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. NSSന്റെ നേതാക്കളും പ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് സഹപാഠിക്കൊരു വീട് എന്ന പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ് ഈ സ്നേഹ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാർപ്പിടമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം, ഇതൊക്കെയാണ് സമാധാനപൂർണ്ണമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. ഏറ്റവും ആദ്യം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ വീടിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ വരില്ല. അതുകൊണ്ട് ഭക്ഷണം പ്രധാനമാണ്. കേരളത്തിലെ ഗവൺമെൻറ് എല്ലാവർക്കും ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് ചെയ്തിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ എല്ലാ പ്രദേശത്തും റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, ഇതെല്ലാം സ്വാഭാവികമായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന വലിയ വിലക്കയറ്റവും ഭക്ഷണ ലഭ്യത കുറഞ്ഞു പോകുന്ന അവസ്ഥയും പരിഹരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി സംസ്ഥാന ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. നമുക്ക് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ഒരു സംസ്ഥാനം മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ. എന്നാൽ നമ്മളായിട്ട് സ്വീകരിച്ച ചില നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുമായിരുന്ന ഒരുപാട് പ്രയാസങ്ങളെ ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും മുൻ ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് ഡീൻ NSS പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ ഇക്ബാൽ BM മുഖ്യാതിഥിയായി. സഹപാഠിക്ക് ഒരു സ്നേഹവീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ O ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ C മോഹനൻ അധ്യക്ഷനായി. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് പ്രിൻസിപ്പലും ഓർഗനൈസിംഗ് ചെയർമാനുമായ ഡോക്ടർ VT സജി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാലക്ഷ്മി, കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K വേലായുധൻ, ഡെവലപ്മെന്റ് ഓഫീസർ ജിജു ജനാർദ്ദനൻ, MLT വിഭാഗം HOD പ്രൊഫസർ നിതിൻ ഷാദ്, PTA പ്രസിഡന്റ് ഹഫ്സത്ത്, ഷിനിത് പാട്യം, ഷിനു ചൊവ്വ, ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിനീഷ് CP നന്ദി പറഞ്ഞു. വീട് നിർമ്മാണത്തിന് സൗജന്യ സ്ഥലം നൽകിയ PK കാസിം, ജനകീയ കമ്മിറ്റി ചെയർമാൻ O ഗംഗാധരൻ മാസ്റ്റർ എന്നിവരെ NSS യൂണിറ്റ് ആദരിച്ചു. കണ്ടംകുന്ന് സ്വദേശിയായ കാസിം PK ഇതിനു മുൻപ് തന്നെ സൗജന്യമായി അംഗൻവാടിക്കും വീടിനും സ്ഥലം കൊടുത്തിരുന്നു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആദ്യത്തെ NSS നിർമ്മിക്കുന്ന സ്നേഹവീട് എന്ന ബഹുമതിയും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് തലശ്ശേരി സ്വന്തമാക്കി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിനീഷ് CPയും 100 വളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്.
നടാൽ പാലം പ്രവൃത്തിക്ക് തുടക്കമായി. രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നടാൽ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പ്രസ്തുത പാലത്തിന് 14 മീറ്റർ സ്പാനുകൾ ഉൾപ്പെടെ 28.90 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഇരു ഭാഗങ്ങളിലും 1.50 മീറ്റർ വീതിയിലും നടപ്പാക്കിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിത്തറക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയിട്ടുള്ളത്. പാലത്തിൻ്റെ കണ്ണൂർ ഭാഗത്ത് 60 മീറ്റർ നീളത്തിലും കിഴുന്ന ഭാഗത്ത് 185 മീറ്റർ നീളത്തിലും അനുബന്ധ റോഡുകളും ആവശ്യമായ ഇടങ്ങളിൽ പാർശ്വഭിത്തിയും ഡ്രെയിനേജും റോഡ് സുരക്ഷാ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇത് കൂടാതെ 2 പാലങ്ങളുടെ പ്രവൃത്തി കൂടി നടന്നു വരുന്നു. 4ാമത്തെ പാലം ഉദ്ഘാടനം ചെയ്തു. അയ്യാറുകത്ത് പാലം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ആകെ 3 പാലങ്ങൾ എല്ലാവരും കൂടി 12,50 ലക്ഷം രൂപ ഈ പാലങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ ചിലവഴിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. സ്വാഭാവികമായും ഇവിടെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് അല്പം വേഗത കുറഞ്ഞു പോയത് സ്ഥല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉണ്ടായിട്ടുള്ള ചെറിയ ചില അസൗകര്യങ്ങളാണ്. അതെല്ലായിടത്തും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാം അറിയും, ഇവിടുന്ന് നഗരത്തിലേക്ക് പോകുമ്പോൾ കാറ്റക്സ് ജംഗ്ഷൻ എപ്പോഴൊരു ട്രാഫിക് കുരുക്കുന്ന സ്ഥലമാണ്. ആസ്പത്രിയിൽ പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോകണം, KSRTC പോകണം, AKS എല്ലാ സ്ഥലങ്ങളും തെക്കും വടക്കും പോകേണ്ടത്. 138 കോടി രൂപയുടെ പാലത്തിന് 2 14 മീറ്റർ സ്പാനുകൾ ഉൾപ്പെടെ 28.90 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. ഇരുഭാഗങ്ങളിലും 1.50 മീറ്റർ വീതിയും നടപ്പാതയും ഒരുക്കും. അടിത്തറയ്ക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ ഭാഗത്ത് 60 മീറ്റർ നീളത്തിലും കിഴുന്ന ഭാഗത്ത് 185 മീറ്റർ നീളത്തിലും അനുബന്ധ റോഡുകളും ആവശ്യമായ ഇടങ്ങളിൽ പാർശ്വഭിത്തിയും ഡ്രെയിനേജും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4.60 കോടി രൂപയുടെ ഭരണാനുമതിയും ഭൂമി ഏറ്റെടുക്കുന്നതിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനും ഉൾപ്പെടെ 4.60 കോടി രൂപയുടെ സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പാലത്തിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇപ്പോൾ സൂപ്പർ സ്ട്രക്ചറിന്റെ അനുബന്ധ റോഡിന്റെയും പാർശ്വഭിത്തിയുടെയും പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് ബ്ലോക്ക് കൌൺസിലർ പി പ്രശാന്ത് അധ്യക്ഷനായി. കണ്ണൂർ കോർപ്പറേഷൻ 7 ഡിവിഷൻ കൌൺസിലർ ഫസ്ലിം, സംഘാടക സമിതി കൺവീനർ കെ പ്രദീപ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി പ്രകാശൻ, സി ലക്ഷ്മണൻ, രാജീവ് കീട്ടുള്ളി, പി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്ര നവീകരണ സംരക്ഷണ പ്രവൃത്തി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഓൺലൈൻ ടൂറിസം മേഖലയിൽ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തു. അവരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ നടപ്പിലാക്കാനുള്ള വലിയ ശ്രമം ഗവൺമെന്റ് നടത്തി. ആ ശ്രമമാണ് ഇന്ന് വിനോദസഞ്ചാരികളുടെ എണ്ണം സാർവകാല റെക്കോർഡിലെത്തി. 2025 കേരളം സന്ദർശിച്ച സഞ്ചാരികളുടെ എണ്ണം 2,58,80,365 ആയി എന്ന സന്തോഷത്തോടെ അറിയിക്കുക. 2024 28,95,2 ഒറ്റ കൊല്ലം 28 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കടന്നു വന്നത്. ഇത് കേരളത്തിലെ സർവകാല റെക്കോർഡാണ്. ഈ കുതിപ്പ് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ ഉണർവ് നൽകുന്നതാണ്. ആരാധനാലയങ്ങളിൽ കാവ് ക്ഷേത്രം ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഊർപ്പഴശ്ശിക്കാവ് ക്ഷേത്രം.
ശനീശ്വര പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ്. ക്ഷേത്രങ്ങളും കുളപ്പുര സംരക്ഷണ പ്രവൃത്തികളും നിർബന്ധ നിർമ്മാണം, മറ്റു കല്ലുപ്രതികൾ, കല്ല് പതിക്കൽ, വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അഭ്യർത്ഥനയനുസരിച്ച് സ്ഥലം MLA കൂടിയായ ഞാൻ ചെറിയ ശ്രമം നടത്തുകയും തലശ്ശേരി പൈതൃക പദ്ധതി ഉൾപ്പെടുത്തി സർക്കാരിൽ നിന്ന് അനുമതി നേടിയെടുക്കുകയും ചെയ്തു. ഊർപ്പശിക്കാവ് ക്ഷേത്ര സംരക്ഷണ പ്രവൃത്തികളുടെ നിർമ്മാണത്തിനായി വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും മറ്റ് സർക്കാർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ റിപ്പോർട്ടുകളെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1/12/2020 പ്രകാരമുള്ള ഓർഡർ ഉൾപ്പെടുത്തി അനുമതി നൽകുകയും പദ്ധതി നടപ്പിനായി KSDCയെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KSDC സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും പ്രവൃത്തി നടപ്പിനായി കോൺട്രാക്ടർ സജി വർഗീസ് മാറോത്തുമായി ഏറ്റവും കുറഞ്ഞ ടെൻഡർ നിരക്കായ തുകയിൽ ഇത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൂലമായ പല കാരണങ്ങളാലും പ്രവൃത്തി ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പ്രദേശവാസികൾക്കും ഏറെ കുറഞ്ഞു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ അമ്പലത്തിൻ്റെ ചുറ്റുപാട് സംരക്ഷണ പ്രവൃത്തികളാണ് ഇവരെ നിർവഹിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. കേരളത്തിലെ പ്രാചീന ആരാധനാലയങ്ങളിൽ ഒന്നായ ഊർപ്പഴച്ചിക്കാവിന്റെ തനിമ നിലനിർത്തി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ അമ്പലത്തിന്റെയും ചുറ്റുപാടുകളുടെയും സംരക്ഷണ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കിഫ്ബിയിൽ നിന്നും 1.43 കോടി രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കുളത്തിന്റെ പടവുകൾ പൈതൃക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പുനർനിർമ്മിച്ചു. നടപ്പന്തലിന്റെ നിലവും തെയ്യം കെട്ടിയാടുന്ന സ്ഥലവും ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കി. കുളപ്പുരയുടെ അറ്റകുറ്റപ്പണികളും മേൽക്കൂര നിർമ്മാണവും പൂർത്തിയാക്കി. കുളപ്പുരയുടെ ചുമരിൽ ചെങ്കല്ല് ടൈലുകൾ പതിപ്പിച്ചു. നടപ്പന്തൽ നിർമ്മിക്കുകയും ചെയ്തു. നടപ്പന്തലിനും കുളത്തിനു ചുറ്റും വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചു. പാർക്കിംഗ് ഏരിയയിൽ ഇന്റർലോക്ക് കട്ടകൾ പാകി ഭംഗിയാക്കി. KIDC ഡെപ്യൂട്ടി ജനറൽ മാനേജർ NT ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ T പ്രശാന്ത്, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ KC ശ്രീനിവാസൻ, ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CM ശ്രീജിത്ത്, ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്രം ചെയർമാൻ T അജയ് കുമാർ, സേവാസമിതി സെക്രട്ടറി മൃദുല രമേശ്, P പ്രകാശൻ, C ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് ശ്രീകാന്ത് രവിവർമ്മ, രാജീവ് കീഴ്ത്തള്ളി, O ബാലകൃഷ്ണൻ, P ഹരീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പതിമൂന്ന് വർഷത്തെ നീണ്ട വേർപാടിനൊടുവിൽ പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും കൺനിറയെ കാണാൻ ജാർഖണ്ഡ് സ്വദേശിയായ 19-കാരൻ രാജ ജന്മനാട്ടിലേക്ക് മടങ്ങി. എരഞ്ഞോളിയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നെത്തിയ സർക്കാർ പ്രതിനിധികൾക്കൊപ്പമാണ് രാജ പുറപ്പെട്ടത്. തന്നെ പോറ്റി വളർത്തിയ മലയാളക്കരയെ പിരിയാനാവില്ലെന്നും ഉറ്റവർക്കൊപ്പം കുറച്ചുനാൾ താമസിച്ച ശേഷം തിരികെ വരുമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ യുവാവിന്റെ മടക്കം. 2012-ൽ തൻ്റെ 6-ാം വയസ്സിലാണ് രാജയെ വീട്ടുകാർക്ക് നഷ്ടമാകുന്നത്. ജന്മനാടായ ചായ്ബാസയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ കൗതുകത്തിന് കയറിയിരുന്ന രാജ വഴിതെറ്റിയൊടുവിൽ എറണാകുളത്ത് എത്തുകയായിരുന്നു. അവിടെ അലഞ്ഞുതിരിഞ്ഞ ബാലനെ പോലീസ് കണ്ടെത്തി ചൈൽഡ് കെയർ ഹോമിലാക്കി. പിന്നീട് തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. അവിടെ വെച്ച് നടന്ന കൗൺസിലിങ്ങിലാണ് തൻ്റെ ഗ്രാമത്തെയും മാതാപിതാക്കളെയും കുറിച്ചുള്ള അവ്യക്തമായ ഓർമ്മകൾ രാജ പങ്കുവച്ചത്. തലശ്ശേരി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് മുഹമ്മദ് അഷ്റഫ് മുൻകൈയെടുത്ത് ഈ വിവരങ്ങൾ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതോടെയാണ് അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടായത്. ജാർഖണ്ഡിലെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്തകൾ പ്രചരിച്ചു. ഒരു യൂട്യൂബ് വീഡിയോ 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ടതോടെ രാജയുടെ അയൽവാസി ബന്ധപ്പെടുകയും തുടർന്ന് വീഡിയോ കോൾ വഴി രാജ തൻ്റെ അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയുകയുമായിരുന്നു. ഗവൺമെൻറ് ആഫ്റ്റർ കെയർ ഹോം സൂപ്രണ്ടാണ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ആഫ്റ്റർ ഹോമിൻ്റെ സൂപ്രണ്ടാണ്. കഴിഞ്ഞ ഈ ഫെബ്രുവരി ആദ്യത്തിൽ രാജയെ തൃശ്ശൂർ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ ഇങ്ങോട്ട് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം നാട്ടിൽ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയും റീഹാബിലിറ്റേഷന് വേണ്ടിയും ശ്രമിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചിൽഡ്രൻസ് ഹോമിൻ്റെ സൂപ്രണ്ടായ ശ്രീ അഷ്റഫ് സാറുമായിട്ട് ബന്ധപ്പെടുകയും ശ്രീ അഷ്റഫ് സാറിൻ്റെ കെയർ ഓഫിൽ നേതൃത്വത്തിൽ ഉള്ള വാട്സപ്പ് ടീം രാജയുടെ ഫാമിലിയെ കണ്ടെത്തുകയും ചെയ്തു. 2026
ഫെബ്രുവരി 3-ാം തീയതിയാണ് രാജ ആഫ്റ്റർ കെയർ ഹോമിൽ എത്തുന്നത്. എത്തിയ ഉടനെ തന്നെ സൂപ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്യും. ഇവൻ്റെ ആഫ്റ്റർ കെയർ പ്രോഗ്രാം എങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനിടയ്ക്ക് രാജ അവൻ സ്വയം വീട് കണ്ടെത്തുമെന്നും വീട്ടിലേക്ക് പോകുമെന്നുള്ളൊരു വാക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വീട് കണ്ടെത്തുന്നതാണ് ഏറ്റവും അഭികാമ്യമെന്ന് മനസ്സിലാക്കി അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇവൻ്റെ ജാർഖണ്ഡിലെ യൂട്യൂബർമാരെയും അതുപോലെ അവിടുത്തെ പത്രക്കാരെയും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 14 ദിവസം കൊണ്ട് നമുക്ക് ഇവൻ്റെ വീട് കണ്ടെത്താനായി. ഇവന് എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്മയും കൂടിച്ചേരുന്ന ആ സന്തോഷ നിമിഷമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നതും അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത് അവൻ്റെ അമ്മയെയും കുടുംബത്തെയും തിരിച്ചു കൊടുക്കാനായതിൽ നമുക്കും സ്ഥാപനത്തിനും ആഫ്റ്റർ കെയർ ഹോമിനും അതേപോലെ അതിന് പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഇതിനിടെ അച്ഛനും ഒരു സഹോദരനും മരണപ്പെട്ട വാർത്ത രാജ സങ്കടത്തോടെയാണ് അറിഞ്ഞത്. താൻ പോരുമ്പോൾ അമ്മ കയ്യിലെടുത്ത് നടന്നിരുന്ന കുഞ്ഞനുജത്തിക്ക് ഇപ്പോൾ 15 വയസ്സായെന്ന് അറിഞ്ഞത് രാജയ്ക്ക് വലിയ അത്ഭുതമായി. ഇതിനകം കേരള ബ്ലാസ്റ്റേഴ്സ് താരമായി മാറിയ രാജയെ കാത്ത് തലശ്ശേരിയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബും കാത്തിരിക്കുന്നുണ്ട്. ജന്മനാട്ടിലെത്തി കുടുംബത്തോടൊപ്പം കുറച്ചുനാൾ ചിലവഴിച്ച ശേഷം തനിക്ക് പ്രിയപ്പെട്ട ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് രാജ തിരികെ വരുമെന്നാണ് തലശ്ശേരിയുടെ പ്രതീക്ഷ. ഞാൻ രാജ അമ്മേനെ കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് നാൾ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എൻ്റെ കളിയും പഠിത്തമൊക്കെ ഇവിടെ തന്നെയാണ്. തിരിച്ചു വരും. പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. നിയമവിധേയമായി കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ടതിനു പകരം കുടിയൊഴിപ്പിച്ച നഗരസഭാ നടപടി നിയമനിഷേധമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ. കോടതി ഉത്തരവിനെ തുടർന്ന് നഗരസഭ കുടിയൊഴിപ്പിച്ച കച്ചവടം പുനഃസ്ഥാപിച്ചതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP അരവിന്ദാക്ഷൻ. നിയമവിധേയമായി കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ടതിനു പകരം കുടിയൊഴിപ്പിച്ച നഗരസഭാ നടപടി നിയമ നിഷേധമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ പറഞ്ഞു. തലശ്ശേരി കടലോരത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടി ശരിയല്ലെന്ന കേരള സംസ്ഥാന തെരുവോര കച്ചവടക്കാരുടെ പ്രശ്നപരിഹാര സംരക്ഷണ സമിതിയുടെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കച്ചവടം പുനഃസ്ഥാപിച്ചിരുന്നു. നഗരസഭ കുടിയിറക്കപ്പെട്ട തൊഴിലാളികൾ നൽകിയ പരാതിയിൽ കച്ചവടം പുനഃസ്ഥാപിക്കാമെന്ന് ഉത്തരവുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടം പുനഃസ്ഥാപിച്ചതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP അരവിന്ദാക്ഷൻ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതോ ചില വൻകിട കച്ചവടക്കാരുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് നഗരസഭ നിങ്ങളിവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 23-ാം തീയതി നിങ്ങളെയൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റി. അപ്പോഴാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനായ INTUC ആ വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ജസ്റ്റിസ് നിസാർ ചെയർമാനായ 3-അംഗ കമ്മിറ്റി ഈ ആവശ്യത്തിനായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വിഷയം INTUC എത്തിക്കുകയും ആ വിഷയം ആ കോടതി പരിശോധിക്കുകയും ആ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തെളിയുകയും ആ അർഹതയുണ്ട് എന്നതിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോയ സാധനങ്ങൾ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് കൈമാറണമെന്നും നിങ്ങൾ എവിടെ വെച്ചാണ് കച്ചവടം ചെയ്തതെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് വീണ്ടും കച്ചവടം ചെയ്യാമെന്നും ആ ജഡ്ജി ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് നിങ്ങൾ ഈ കാണുന്ന പേപ്പർ. ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ജഡ്ജി നിസാർ പുറപ്പെടുവിച്ച ഉത്തരവാണിത്. ഈ ഉത്തരവ് നഗരസഭയ്ക്ക് ബാധകമാണ്. ഈ ഉത്തരവ് പോലീസിന് ബാധകമാണ്. ഹെൽത്ത് വിഭാഗത്തിന് ബാധകമാണ്. ആർക്കൊക്കെ ബാധകമാണോ അവർക്കൊക്കെ ഈ ഉത്തരവ് ബാധകമാണ്. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയൻ INTUC പ്രസിഡന്റ് M നസീർ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ TM റുബ്സീന, INTUC സംസ്ഥാന സെക്രട്ടറി P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ഋഷികേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഏർപ്പെടുത്തിയ ഫ്ലെയിം പവർ അവാർഡിന് പ്രമുഖ ചിത്രകാരി കലൈമാമണി സതീഷ് ശങ്കർ അർഹയായി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരന്മാർക്ക് ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ 2ാമത്തെ അവാർഡാണിത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് നൽകപ്പെടുന്ന ഈ അവാർഡ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരന്മാർക്ക് ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ 2ാമത്തെ അവാർഡാണിത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് നൽകപ്പെടുന്ന അവാർഡ്. അതായത് വനിതാ ദിനത്തിൽ വനിതകളായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരന്മാർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ആക്ടിക്കാണ് എത്തിയത്. അപ്പോൾ ഈ വർഷം മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഈ അവാർഡ് മാഹിയിലെ ശ്രീ കലൈമാമണി സതീശൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ആളുകൾ ശ്രീ ഗുരുകുലം ബാബു, ശ്രീ ഗണേഷ് വേലാണ്ടി എന്നിവരായിരുന്നു. ഇത് ഞാനടങ്ങുന്ന ഒരു സമിതിയാണ്. അപ്പോൾ മാഹിയിലെ 4 പേരുടെ പേരുകൾ വന്ന അടിസ്ഥാനത്തിൽ വളരെ സീനിയറും കലൈമാമണി അവാർഡ് നേടിയ സതീശൻ എന്ന തെരഞ്ഞെടുക്കാരമായി തീരുമാനിച്ചതാണ്. അതിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ രമേശൻ കുമാർക്ക് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഷർമിള മഹേഷ്, കാരണം വനിതകളുടെ ദിനമെന്ന നിലയിൽ ഷർമിളയാണ് അത് ഉപഹാരം കൊടുക്കുന്നത്, അവാർഡ് നിർവഹിക്കുന്നത്. മാർച്ച് 10 രാവിലെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് CH ഗംഗാധരൻ ഹാളിൽ നടക്കുന്ന ചടങ്ങ് രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത നർത്തകി ഷർമിള മഹേഷ് അവാർഡ് ദാനം നിർവഹിക്കും. ഗണേഷ് വേലാണ്ടി, സുരേഷ് കൂത്തുപറമ്പ്, ഗുരുകുലം ബാബു എന്നിവരുൾപ്പെട്ട ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. വാർത്താസമ്മേളനത്തിൽ സുരേഷ് കൂത്തുപറമ്പ്, PK ഷമിന, ഹരി പാലത്തായി എന്നിവർ സംബന്ധിച്ചു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ GV രാജ അവാർഡ് ജേതാവ് ഡോക്ടർ KP പ്രശോഭിത്തിനെ ആദരിച്ചു. കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ രക്ഷാധികാരി VP പവിത്രൻ മാസ്റ്റർ ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ GV രാജ അവാർഡ് ജേതാവ് ഡോക്ടർ KP പ്രശോഭിത്തിനെ ആദരിച്ചു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ രക്ഷാധികാരി PV പവിത്രൻ മാസ്റ്റർ ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി PK പ്രതീഷ് സ്വാഗതവും P ധനേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ കായിക വിഭാഗം അധ്യാപകനുള്ള GV രാജ അവാർഡാണ് ഡോക്ടർ പ്രശോഭിത്തിനെ ലഭിച്ചത്. സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റ് കോളേജ് അധ്യാപകന് ആദ്യമായാണ് അവാർഡ് ലഭിക്കുന്നത്. ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. ചൊക്ലി പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലൈൻമാൻ ദിനത്തോടനുബന്ധിച്ച് ചൊക്ലി KSEB ജീവനക്കാരെ ആദരിച്ചു. പ്രസിഡന്റ് KP ദയാനന്ദന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ KSEB ഓഫീസിലെത്തിയാണ് ആദരിച്ചത്. സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി ഇലക്ട്രിക്സിന്റെ നേതൃത്വത്തിലാണ് KSEB ലൈൻമാൻമാരെ ഓഫീസിലെത്തി ടൂൾ കിറ്റ് നൽകി ആദരിച്ചത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. സുഹൃത്തുക്കളാണ് ചൊക്ലി ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് അറിയാൻ സാധിച്ചു. തീർച്ചയായും സാധാരണഗതിയിൽ വിളക്കുള്ളപ്പോൾ വെളിച്ചത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാറില്ല. പക്ഷേ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന സേവനം എത്രമാത്രം വലുതാണ് എന്ന് ഞാനിവിടെ പറയേണ്ടതായിട്ടില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ്. അപ്പോൾ അതിൻ്റെ അസാന്നിധ്യം, അത് ഒരു മിനിറ്റ് പോലും നമുക്ക് പാഴാക്കാൻ ആതെ ഈ വെളിച്ചം നമുക്ക് സപ്ലൈ ചെയ്യുന്നതിൽ ജാഗരൂകരായി 24 മണിക്കൂർ സേവനമനുഷ്ഠിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പ്രസിഡന്റ് KP ദയാനന്ദൻ വിശദീകരിച്ചു. ആദ്യമായിട്ട് എല്ലാവർക്കും ലൈൻമാൻ ദിന ആശംസകൾ ചൊക്ലി പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളെ മീറ്റിംഗ് കാണുമ്പോൾ നമ്മുടെ ഡയറക്ടർമാരിൽ ഒരാൾ ചോദിച്ചു, ഇത് എല്ലാ ദിവസവും ഇതുപോലത്തെ ഇത്രയും പ്രൗഢഗംഭീരമായ ആ രീതിയിലുള്ള മീറ്റിംഗ് നടക്കുന്നത് പബ്ലിക് അറിയുന്നില്ല. നിങ്ങളുടെ ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വളരെ കൗതുകത്തോടു കൂടി വീക്ഷിക്കുകയായിരിക്കുന്നു. ആ പ്രതിജ്ഞയും അപ്പോൾ എത്രമാത്രം നിങ്ങൾ ആ ഒരു മേഖലയോട് നിങ്ങളുടെ പ്രൊഫഷനോട് നീതി പുലർത്തുന്നുണ്ട്, ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്നുള്ള ആ യോഗം കണ്ടപ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഇതെല്ലാം ഇവിടെ വന്നപ്പോൾ പുറത്ത് ആ രീതിയിലല്ല, കാരണം അത്രയും സിൻസിയറായിട്ടുള്ള രോഗങ്ങളൊക്കെ നടക്കുന്നത് പബ്ലിക് കാണുന്നില്ല. അപ്പോൾ അത്രയും നമ്മുടെ അതായത് ജീവൻ പോലും പണയം വെച്ച് എന്ന് പറയാം 24 മണിക്കൂറും പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച നിങ്ങൾ എന്തുകൊണ്ടും വളരെ മുമ്പേ തന്നെ ആദരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഞങ്ങൾ അതിനെ വലിയ അഭിമാനം, ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അഭിമാനം ഞങ്ങൾക്കുമുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സായൂജ് അധ്യക്ഷനായി. ഡയറക്ടർ അബ്ദുൾ മജീദ്, സെക്രട്ടറി നമിത, ഭവിത പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ദേശീയ ലൈൻമാൻ ദിനത്തോടനുബന്ധിച്ച് പിണറായി ഇലക്ട്രിക്കൽ സെക്ഷനിൽ
ലൈൻമാൻമാരെയും വർക്കർമാരെയും ആദരിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ലൈൻമാൻ ദിനത്തോടനുബന്ധിച്ച് പിണറായി ഇലക്ട്രിക് സെഷനിൽ ലൈൻമാൻമാരെയും വർക്കർമാരെയും ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. സംവിധാനത്തെക്കുറിച്ച്, വൈദ്യുതി ബോർഡിനെ കുറിച്ചൊക്കെ വലിയ പരാതികൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് അത്തരം പരാതികളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ പരാതി ജനങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോൺ എടുക്കുകയില്ല എന്നുള്ളത്. അതുൾപ്പെടെ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതാത് സമയത്ത് കണ്ടെത്തി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ വളരെ സ്പോട്ടിൽ തന്നെ പരിഹരിക്കുകയും ചെയ്യുന്ന വലിയൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് നമ്മുടെ സംവിധാനം എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് അനുഭവത്തിൽ അറിയാം. പിണറായി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KT ലിബീഷ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK ബഷീർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സബ് എഞ്ചിനീയർ CK സുധാകരൻ സ്വാഗതം പറഞ്ഞു. സീനിയർ സൂപ്രണ്ട് KK അനിത, സബ് എഞ്ചിനീയർ PK സനൂജ്, മനോജൻ കൊല്ലനാണ്ടി, അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. യുഷാജൻ നന്ദി പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി മുതിർന്ന ലൈൻമാനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ലൈൻമാൻമാർക്കും വർക്കർമാർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സും ഫ്ലാഗ് ഫൗണ്ടേഷൻ ഇന്ത്യയുമായി ചേർന്ന് DSCക്ക് സമീപം കൂറ്റൻ ദേശീയ പതാക ഉയർത്തി. ഇന്റഗ്രേറ്റഡ് ട്രെയിനിംഗ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ അജയ് രാംദേവാണ് ഫ്ലാഗ് പോസ്റ്റിൽ ദേശീയ പതാക ഉയർത്തിയത്. ഇന്റഗ്രേറ്റഡ് ട്രെയിനിംഗ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ അജയ് രാംദേവ് ഫ്ലാഗ് പോസ്റ്റിൽ ദേശീയ പതാക ഉയർത്തി.
റെക്കോർഡ്സിന് എതിർവശത്തുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മയ്ക്കായുള്ള ഗ്രൗണ്ടിന് മുൻവശത്താണ് ദേശീയ പതാക സ്ഥാപിച്ചത്. 16 അടി വീതിയിലും 24 അടി നീളത്തിലുമുള്ള ദേശീയ പതാകയാണ് 72 അടി ഉയരമുള്ള ഫ്ലാഗ് പോസ്റ്റിൽ ഉയർത്തിയത്. നാഷണൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ CEO റിട്ടയർഡ് മേജർ ജനറൽ അഷീം കോഹ്ലി മുഖ്യാതിഥിയായി. I am Major General Ashim Kohli. I am the CEO and the Vice President of Flag Foundation of India. Flag Foundation of India is the most respected NGO in the country, who's working for last 22 years for educating the common citizen about the national flag, and we are installing huge monumental flag all over the country as far as the national flag is concerned. This is our 208th national flag that we have installed in the country. Now, Flag Foundation of India was raised in 2004 after Mr. Naveen Jindal won a historical case in the Supreme Court. Prior to 2004, a common citizen was not allowed to hoist our national flag at his residence or at his workplace 365 days of the year. He was allowed to do it only on specific days like 15th August, 26th January, etc. നവീൻ ജിൻഡാലിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാഗ് ഫൗണ്ടേഷന്റെ 208ാമത് ഫ്ലാഗ് പോസ്റ്റാണ് കണ്ണൂർ DSCക്ക് വേണ്ടി സ്ഥാപിച്ചത്. സ്റ്റേഷൻ കമാൻഡർ കേണൽ പരംവീർ സിംഗ് നാംഗ്ര നന്ദി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പാനൂർ ഏരിയ കമ്മിറ്റി യെസ് അക്കാദമിയിൽ വെച്ച് സൗഹൃദ ഇഫ്താർ നടത്തി. ഏരിയ പ്രസിഡന്റ് അസ്ലം KK അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഇസ്ലാമി പാനൂർ ഏരിയ കമ്മിറ്റി യെസ് അക്കാദമിയിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK അസ്ലം അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ഷമീർ പുതുക്കൂൾ സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭാ കൗൺസിലർ നജീർ, ഹരിദാസൻ മാസ്റ്റർ, ജയപ്രകാശ് പാനൂർ, ദേവദാസ് പരിങ്ങത്തൂർ, റിട്ടയർഡ് SI രാമചന്ദ്രൻ, സുലൈമാൻ ഹാജി, നാസർ എടത്തിൽ, സുരേന്ദ്രൻ മാസ്റ്റർ, ഷാഹുൽ ഹമീദ്, പ്രവീൺ, ഡോക്ടർ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പ്രബോധനം എഡിറ്റർ സദറുദ്ദീൻ വാഴക്കാട് ഇഫ്താർ സന്ദേശം നൽകി. ഒരു പെൺകുട്ടി 1-2 കുട്ടികളുള്ള ഒരു ഉമ്മ ആത്മഹത്യ ചെയ്തു. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എനിക്കെതിരെ എന്റെ അയൽവാസിയും എന്റെ ഭർത്താവും അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് വലിയ നുണ പ്രചരിപ്പിച്ചു. എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ മരിക്കുന്നു. ഞാൻ ആ വീഡിയോ കണ്ട് കുറെ സമയം ഇങ്ങനെ തരിച്ചിരുന്നു പോയി. ഒരു നുണ, ഒരു ജീവനെടുത്ത കഥയാണ് കാസർഗോഡ് നിന്ന് വന്നത്. ഒരു നുണ 165 കുട്ടികളുടെ ജീവൻ എടുത്ത കഥയാണ് ഇറാനിൽ നിന്ന് വന്നത്. 40-50 അല്ല, 165 കുട്ടികൾ. ഖുർആനിലൊരു ചോദ്യമുണ്ട്. നേരത്തെ സാറ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഖുർആനിലൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും, എന്ത് തെറ്റിനാണ് നിന്നെ കൊന്നു കുഴിച്ചു മൂടിയത്? നിങ്ങൾ ആ കൂട്ട കുഴിമാടങ്ങൾ കണ്ടില്ലേ ഇറാനിലെ? എന്താണ് ഇതിന് കാരണം? ലോകത്തോട് നുണ പറയുന്നു. നേരത്തെ ഇറാഖ് ആക്രമിച്ചതും നുണയുടെ പേരിലാണ്. ഇപ്പോ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ചാനലുകളിൽ പച്ചക്കളവ്. എന്താണ് കളവ് എന്ന് ചോദിച്ചാൽ മലയാളം ചാനലുകൾ എന്ന് പറയണം. ആ രീതിയിലുള്ള നുണകളുടെ പ്രചാരണമാണ് നടക്കുന്നത്. അതിലൊരു രാജ്യത്ത് ബോധപൂർവം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിൽ നടക്കുന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തരുവണത്തെരുവിൽ നിന്നും പോകുന്ന നിരഞ്ജന മധുസൂദനെ യാത്രയയപ്പ് നൽകി. തരുവണത്തെരു ജ്യോതി ടാക്കീസിൽ കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. പഞ്ചാബിൽ നടക്കുന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തരുവണത്തെരുവിൽ നിന്നും പോകുന്ന നിരഞ്ജന മധുസൂദനെ തരുവണത്തെരു ജ്യോതി ടാക്കീസിൽ വെച്ച് കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജയ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സംഗീത,
കതിരൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോസ്ന സി. വത്സൻ, പ്രഭാകരൻ മാവള്ളി എന്നിവർ സംസാരിച്ചു. ദിനേശ് കൂടാളി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ. സുധീഷ് അധ്യക്ഷനായി. ദിനേശ് കൂടാളി സ്വാഗതവും വായനശാല പ്രസിഡന്റ് കെ. അനിൽ നന്ദിയും പറഞ്ഞു. കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്ര ഉത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ഉത്സവം നടന്നത്. മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന കൂത്തുപറമ്പ് കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം ഉത്സവം സമാപിച്ചു. കലാമണ്ഡലം മഹേന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, കേളിയും കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അഷ്ടപതി എന്നിവയും നടന്നു. വാദ്യരത്നം പടുവിലായി രാജീവ് മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി കാഴ്ചശീവേലിയോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. കരിമരുന്ന് പ്രയോഗവും നടന്നു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയുടെ പരിപാടിയിൽ. KPCC പ്രസിഡന്റിന്റെ ഇളയ സഹോദരനായ VJ ഷാജിയാണ് BJP കഴിഞ്ഞ ദിവസം നടത്തിയ ധർമ്മടത്തെ അദാലത്തിൽ പങ്കെടുത്തത്. പതിമൂന്ന് വർഷത്തിന് ശേഷം കുടുംബത്തെ കണ്ടെത്തിയ ആഫ്റ്റർ കെയർ ഹോമിലെ ജാർഖണ്ഡുകാരൻ. എരഞ്ഞോളിപ്പാലത്തെ ചിൽഡ്രൻസ് ഹോമിലെ രാജയ്ക്കാണ് 13 വർഷങ്ങൾക്കിപ്പുറം കുടുംബത്തെ ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സ്പെഷ്യൽ ഡ്രൈവുമായി എക്സൈസ്. പാറാട്, കല്ലിക്കണ്ടി ഭാഗങ്ങളിലേക്ക് വിൽപ്പനക്കായി എത്തിക്കുന്നതിനിടെ 13 ലിറ്റർ മാഹി മദ്യവുമായി യുവാവ് ചൊക്ലിയിൽ പിടിയിൽ. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്ര നവീകരണ സംരക്ഷണ പ്രവൃത്തിക്ക് തുടക്കം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.